അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനങ്ങൾ തനീയത്തിലേക്ക് ഓടി. മക്കായിലെ ജനവാസ കേന്ദ്രത്തിന് അതിരിടുന്ന ചെറിയ ഒരു കുന്നാണ് തനീയത്ത്. മക്കയുടെ വളരെ അടുത്താണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ കണ്ടത് ആ പറഞ്ഞതുപോലെ ആ കുടുംബത്തിൻ്റെ കച്ചവട സംഘം അവിടേക്ക് നടന്നടുത്തു വരുന്ന കാഴ്ചയായിരുന്നു. ഇതോടുകൂടെ ഈ അനുഭവത്തിന് മുമ്പിൽ സത്യത്തിൽ എല്ലാവരും മനസ്സാ തലകുനിക്കേണ്ടി വന്നു. പക്ഷെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ഈ നബിയോടും നബിയുടെ ആശയത്തോടും നബിയുടെ സ്വത്വത്തോടുമെല്ലാം അത്രയും വലിയ അന്ധമായ വിരോധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് അംഗീകരിക്കാൻ അവരുടെ മനസ്സുകൾ അനുവദിച്ചില്ല. പക്ഷേ ഈ വർത്തമാനത്തിനും ഈ അടയാളങ്ങൾക്കും ഈ തെളിവുകൾക്കുമെല്ലാം ഒരുപാട് ആൾക്കാർ സാക്ഷികളായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടുതീ പോലെ മക്കയിലുടനീളം ഈ വാർത്ത അതിവേഗം പടർന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെ ഈ വർത്തമാനങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിൽ എവിടെയോ ആയിരുന്നു. ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, അബൂബക്കർ, താങ്കളുടെ സാഹിബ്, താങ്കളുടെ ചങ്ങാതി ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു, 7 ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾക്കറിയാമല്ലോ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ദൂരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം സിറിയയിൽ പോയിട്ടുണ്ട്, ഷാം നാടുകളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾക്കറിയാമല്ലോ ഇത്രയും വലിയ ദൂരത്തേക്കുള്ള ഒരു യാത്ര ഇത്രയും ചെറിയൊരു സമയത്ത് എങ്ങനെ സാധ്യമാകും? താങ്കൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ചോദ്യകർത്താവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പറയുന്നുണ്ട് എങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു. ചോദ്യകർത്താവ് ഇടപെട്ടു. അബൂബക്കർ, ഈ പറയുന്നത് എന്താണ്? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കി പറയൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, സഹോദരാ, ഇതല്ല, ഇതിലും വലുത് ഈ പ്രവാചകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ ദൂതനായി ഒരു മലക്ക് വരികയും തനിക്ക് ദിവ്യ ബോധനം നൽകുന്നുണ്ട് എന്നത് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ നൽകപ്പെടുന്ന ദിവ്യ ബോധനങ്ങളിൽ ഓരോന്നിനെയും മനസ്സാ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ആശങ്കയുമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആത്യന്തികമായി നാം നേരത്തെ പറഞ്ഞ ആ നിലപാടിലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യപ്രകൃതിയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ചെയ്യുന്ന കഴിവല്ല, അദ്ദേഹം കാണിക്കുന്ന അത്ഭുതമല്ല ഇതൊന്നും. മറിച്ച് ഈ പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കഴിവാണ്. ഇവിടെ വായിക്കപ്പെടേണ്ടത്, പറയേണ്ടത്, കേൾക്കേണ്ടത്, വിലയിരുത്തേണ്ടത് അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് എന്ന തിരിച്ചറിവ് ഈമാൻ കൊണ്ട് ബലവത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്തതുപോലെ അന്നാണ് ഇത്രയും കഠിനമായൊരു സ്റ്റാൻഡ് എടുത്തപ്പോഴാണ് അബൂബക്കർ ഇബ്ൻ അബി ഖുഹാഫ എന്ന വ്യക്തിത്വം അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ്. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സംഭവത്തിലൂടെ ഒരു ഭാഗത്ത് ചില സന്ദേഹികളുമൊക്കെ ഉണ്ടായി എങ്കിലും ഉള്ളവരെല്ലാം സ്റ്റേണായി ഉറച്ചു നിൽക്കാൻ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒന്നാണ് എന്നത് അംഗീകരിക്കാൻ, അത് സ്വന്തം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു സമൂഹം അവിടെ ഉണ്ടായിത്തീർന്നു.
അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് നുബുവത്തിൻ്റെ 11-ാം വർഷത്തെ തീർത്ഥാടന കാലം വീണ്ടും കടന്നു വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.